ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണ്. അപ്പോൾ എൻ്റെ ഈ എന്താ പറയുക ഈ ചിരിയും ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ എന്താ വിഷയം എന്നുള്ളത്. അതെ, അപ്പം കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ കൂടിയാണ് ഇന്നത്തെ ഒരു ദിവസം കടന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നൊരു 5 മണിയോട് കൂടി ആ ഒരു പ്രശ്നം നമുക്ക് എന്താണ് താൽക്കാലികമാണോ എന്നൊന്നും അറിയാൻ വയ്യ. എന്നാലും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഇനി ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന്. കാരണം ഇതുവരെയും ഞാനൊരു വീഡിയോ പോലും ഇട്ടിട്ടില്ലായിരുന്നേ. കാരണം വെച്ചാൽ അതിനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും ആയിരുന്നില്ല. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് ന്യൂസിൽ കൂടെയൊക്കെ അറിയാൻ പറ്റുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാത്തിനും കൂടെ ഇന്നിപ്പോൾ ഒരു 5 മണിയോടെ നമുക്കൊരു സമാധാനം കിട്ടിയിട്ടുണ്ട്, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളെ കൂടെ ഉള്ള എല്ലാവരും നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, എല്ലാവരും സേഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടെ സന്തോഷമാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇന്ന് തന്നെ എല്ലാം പാക്കിംഗ് ആയിരുന്നു ഞങ്ങൾ. അപ്പം ഇന്ന് തന്നെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രെയിന് ബുക്ക് ചെയ്യാനൊക്കെ നോക്കുമ്പോഴത്തേക്കും ട്രെയിന് തൽക്കാലമാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. നമ്മൾ ട്രിവാൻഡ്രം എത്തണമല്ലോ. അപ്പോൾ ടിക്കറ്റ് ഇല്ലായിരുന്നു. ടിക്കറ്റ് തൽക്കാലം ബുക്ക് ചെയ്ത് ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും കൂടെ സ്ലീപ്പറിലെങ്ങാനും നാട്ടിലോട്ട് വരാമെന്നുള്ളത്. കാരണം ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലോട്ട് കാര്യങ്ങൾ പോകുന്നുണ്ടായിരുന്നു. അപ്പം നാട്ടിലോട്ട് പോകാൻ തന്നെയായിരുന്നു തീരുമാനം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടിക്കറ്റും കാര്യങ്ങളും നാളത്തേക്കുണ്ടോ അതോ അതിൻ്റെ അടുത്ത ദിവസത്തേക്ക് ഏതെങ്കിലും ദിവസത്തേക്ക് ഒരു സീറ്റായാലും മതി, മക്കളെയും കൊണ്ട് എങ്ങനെയെങ്കിലും പോവാം, അങ്ങനെയൊക്കെ ആയിരുന്നു പ്ലാനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെല്ലാം ഒരു വിരാമമായി. നമ്മുടെ യുദ്ധം തുടങ്ങിയിട്ടില്ല എങ്കിൽ പോലും ഈ പ്രതിരോധം ഇങ്ങനെയാണെങ്കിൽ യുദ്ധം എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് നീക്കാം. എന്താ പറയുക, ഇതൊക്കെ നമുക്ക് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എന്താ പറയുക വെച്ചാൽ എല്ലാവർക്കും നമ്മൾ പ്രാർത്ഥിച്ച് എല്ലാവർക്കും കേട്ടോ, എല്ലാവർക്കും നമ്മുടെ സൈന്യത്തിനും ഇതിനു വേണ്ടി നിന്ന് എല്ലാ ഓരോ മനുഷ്യർക്കും നമ്മൾ വളരെ നന്ദി പറയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എടുക്കുന്നത്. അതിപ്പോൾ തന്നെ എടുക്കണമെന്ന് തോന്നി. സത്യം പറഞ്ഞാൽ 5 മണി ഈ ഒരു ന്യൂസ് 5 മണിക്കാണ് നമ്മൾ ഈ ന്യൂസ് അറിയുന്നത്. അതുവരെയും സത്യം ആഹാരം കഴിക്കാനോ വീട്ടിലെ ജോലികൾ ചെയ്യാനോ അല്ലെങ്കിൽ എന്ത് പറയാനോ നമുക്ക് ഇങ്ങനെ എന്താ പറയുക, എന്തൊക്കെയോ സാധനങ്ങൾ എടുക്കുന്നു, പാക്ക് ചെയ്യുന്നു, ഒരു ബാഗ് എടുക്കുന്നു, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. മക്കളെയും കൊണ്ട് എങ്ങനെയാണ് പോവുക, വഴിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, അങ്ങനെ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് പോകാം എന്ന് നമ്മൾ കുറച്ച് പേരുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ട് പോവാം. അങ്ങനെ ഓരോരുത്തരും ടിക്കറ്റിന് വേണ്ടിയിട്ട് അന്വേഷിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഈ ചർച്ചയിലൂടെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണം എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ എല്ലാ സങ്കടങ്ങളും വന്ന് പറയുമ്പോൾ നമ്മൾ സങ്കടം പറയുന്ന മാതിരി തന്നെ നമ്മൾ സന്തോഷം നമ്മളെല്ലാവരുമായിട്ട് നമ്മൾ എന്താ പറയേണ്ട ഷെയർ ചെയ്യേണ്ട കാര്യമുണ്ട്. ഇതിൽ കുറച്ച് പേർക്കൊക്കെ ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എന്ത് പറയാന, ഇനിയും ഇതുപോലെയാണ് ഇനിയും പോവുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും നമുക്ക് ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ നമുക്ക് വരും. ഒരു യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ചിലപ്പോൾ പട്ടിണി കിടന്ന് വരെ മനുഷ്യൻ ചാവേണ്ട അവസ്ഥകൾ തൽക്കാലമാണോ താൽക്കാലികമാണോ എന്നൊന്നും എനിക്കറിയാൻ വയ്യ. എന്തായാലും ഇപ്പോൾ മനസ്സിനൊരു വല്ലാത്തൊരു സമാധാനമാണ്. അതുപോലെ തന്നെ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും സേഫ് ആണെന്ന് അറിഞ്ഞു. അതും നമുക്കൊരു സമാധാനമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിന്ന് എല്ലാവർക്കും നന്ദിയാണ് കേട്ടോ. ഇതിനു വേണ്ടി പ്രാർത്ഥിച്ച ഓരോരുത്തർക്കും, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, നമ്മൾ ഇന്ത്യൻ ആർമിക്കും, അതായത് വരുന്ന ഒരു മിസൈൽ പോലും മിസ്സാക്കാതെ എല്ലാം നിർവീര്യമാക്കിക്കൊണ്ടിരുന്ന അവരോട് ഏത് തരത്തിലാണ് നന്ദി പറയേണ്ടതെന്ന് നമുക്കറിയാൻ വയ്യ. എല്ലാവരോടും നന്ദിയാണേ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നാളെ മുതൽ നമ്മുടെ വീഡിയോസൊക്കെ വരും. നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.